ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ എല്ലാം കുറിക്കാൻ പറ്റിയ വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി മാസങ്ങളോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും സാധിക്കും. അപ്പോൾ ഒരു കടായി വെച്ച് കൊടുക്കാം. അതിൽ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുത്ത് ആ ഉള്ളി ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഉള്ളി കരിഞ്ഞു പോകരുത്. ഉള്ളി കരിഞ്ഞു കഴിഞ്ഞാൽ സ്നാക്കിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ആ ഉള്ളി ചെറിയൊരു ഇളം ബ്രൗൺ കളറാകുന്ന വരെ വേണം നമ്മളിത് വഴറ്റി കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരുന്നാൽ കരിഞ്ഞു പോകാതെ നമുക്ക് അത് വറുത്തെടുക്കാൻ സാധിക്കും. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് പൊടിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് രുചിച്ച് നോക്കണം. ആ ഉപ്പിൻ്റെ ടേസ്റ്റ് ഇച്ചിരി മുകളിലേക്ക് നിൽക്കുന്ന വിധത്തിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ വറുത്ത അരിപ്പൊടി, അതായത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള ആ അരിപ്പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കാക്കി വെച്ച് നമുക്ക് സ്പാറ്റില വെച്ച് ഇതുപോലെ ആ പൊടി നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ പൊടിയൊക്കെ ആ വെള്ളം ഒന്ന് വലിച്ചെടുക്കും. എന്നിട്ട് ഇതുപോലെ ആകും. അപ്പോൾ നമുക്ക് ഇതുപോലെ വെള്ളത്തിലേക്ക് നല്ല പോലെ മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫാക്കി കളയാം. നമ്മൾ പത്തിരിക്കൊക്കെ അതുപോലെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അധിക വെള്ളം ഒഴിച്ച് ഇത് ഉണ്ടാക്കരുത്. ഇത് നമ്മൾ എണ്ണയിലാണ് വറുത്ത് കോരുന്നത്. അപ്പം വെള്ളത്തിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും എണ്ണയിലിടുമ്പോൾ. അതുകൊണ്ടാണ് കറക്റ്റ് വെള്ളം നമ്മൾ എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത് കുഴച്ചെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും കാണില്ല. നല്ല പോലെ ആ പൊടി വെള്ളത്തിൽ സോക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പരന്ന പാത്രത്തിലേക്ക് ആ പൊടി ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കൈ വെച്ച് കുഴച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ തണുത്ത് വരും. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പൊടി പെട്ടെന്ന് വലിയ ചൂടൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം. ഇനി കുഴയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ 1-2 ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട്. അതായത് കരിഞ്ജീരകം. ഇത് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ മതി. അധികം ആയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. അതുകൊണ്ട് 1/2 ടീസ്പൂൺ കരിഞ്ജീരകം നല്ല കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുത്ത് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കോഴിമുട്ട മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഏകദേശം 1 കിലോ പൊടിക്ക് വരെ നമുക്ക് ഒരു കോഴിമുട്ട മതി. അപ്പോൾ ഇതിവിടെ 1 കപ്പ് പൊടി ഉള്ളതുകൊണ്ട് ഞാൻ ആ ബീറ്റ് ചെയ്തതിൽ നിന്ന് ഒരു ചെറിയ സ്പൂണിന് 4 സ്പൂൺ മാത്രമേ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ആ കോഴിമുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി കൈ വെച്ച് ഇത് കുഴച്ചെടുക്കാം. കുഴയ്ക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ മാവൊക്കെ നമുക്ക് ഇതുപോലെ കൈവച്ച് കുഴച്ചെടുക്കാൻ സാധിക്കും. ഇനി അഥവാ വെള്ളം അതിൽ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇളം ചൂടുവെള്ളം കയ്യിൽ തൊട്ടിട്ട് ഒന്ന് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ ഒന്ന് ശക്തിയൊക്കെ കൊടുത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ചുക്കപ്പം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിന്ന്. ഇത് മലബാർ സൈഡിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എല്ലാ വീടുകളിലും ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ വിദേശത്തേക്കൊക്കെ കൊടുത്തയക്കാനും, കാരണം ഇത് കുറേ കാലം കേടുകൂടാതെ ഇരിക്കുന്നതുകൊണ്ട് ഇത് അങ്ങനെ കൊടുത്തു വിടാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്ത ശേഷം അതിൽ നിന്ന് നമുക്ക് എത്ര വലിയ അപ്പമാണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ബോൾസിൻ്റെ വലിപ്പം വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ഇത് ഫ്രൈ ആയി വരാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ട് വളരെ ചെറിയ ബോൾസ് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നതാണ് നല്ലത്. ഉള്ളം കൈ വെച്ച് ഉരുട്ടി ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഷേപ്പ്. ഇതിൻ്റെ എന്താ പറയുക, യാഥാസ്ഥിതികത പോകാതെ നമ്മൾ അതിൻ്റേതായിട്ടൊരു ഷേപ്പുണ്ട്. ആ ഷേപ്പിൽ വേണം നമ്മളിത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ. വേറെ ഷേപ്പിലൊന്നും ഇത് ഉണ്ടാക്കരുത്.
അങ്ങനെ അതെല്ലാം ഞാൻ ആ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ലോ ആക്കി വെക്കണം. അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് ബ്രൗൺ കളറായിട്ട് ഉൾഭാഗത്ത് വേഗത്തുമില്ല, ആ ക്രിസ്പിനെസ്സും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇത് ഇടുമ്പോൾ നല്ല ചൂട് വേണം എണ്ണയ്ക്ക്. ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ലോ ഗ്യാസിലാണെങ്കിൽ ഏറ്റവും ലോയിലാക്കി വെച്ചിട്ട് നമ്മൾ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് സമയം എടുത്തിട്ട് ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഇത് കോരി മാറ്റിയെടുത്ത് വയ്ക്കാം. വളരെ ടേസ്റ്റിയാണ് ഇത്. ആ ഉള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ കരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടായിരിക്കും. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് കട്ടി കൂടുതലാണോ എന്ന്. ഒരിക്കലുമില്ല. വളരെ കറുമുറേന്ന് നമുക്ക് കാപ്പിയുടെ ഒപ്പവും ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ സ്നാക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.